കേറിവാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ശോഭനയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മോഹൻലാൽ മണിയമ്പിള്ള രാജുവിന് എത്ര രൂപയാണ് ഓഫർ ചെയ്യുന്നത്? എ 1 ലക്ഷം, ബി 75,000, സി 50,000. 1 ലക്ഷം ആവാൻ വഴിയില്ല. ഇല്ല, കൊടുക്കൂലല്ലേ? 1 ലക്ഷം കൂടുതലാണ്. സ്പെഷ്യലി ആ സമയത്ത് വലിയ എമൗണ്ട് അല്ലേ. 1994 ഈ പടം. 1 ലക്ഷം ഒരു വലിയ തുക തന്നെയാണ്. അതാവാനാ വഴി. അതവനാണ് ഒരു വഴി അല്ലേ? അതെ. അപ്പോ സി നമുക്കെടുത്ത് പൂട്ടിയേക്കാം അല്ലേ? സി 50,000 എടുത്തിട്ട് പൂട്ടുന്നു. അവിടെ കിടക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ആർക്കിടെക്റ്റ് ആ മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ഈ സംഗീതം സിനിമ ഇതിലോട്ട് വരുന്നത്? എങ്ങനെയാണ്? അയ്യോ, സംഗീതം പണ്ടേ തൊട്ട് ഒരുപാട് ഇഷ്ടമാണ്. പാടിയിട്ടുണ്ടോ? ഖത്തറിലൊക്കെ പാടുമായിരുന്നു. നമുക്ക് ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ കൊയറിലൊക്കെ പാടുമായിരുന്നു. അപ്പം അവിടെ ഖത്തറിൽ വളരെ സജീവമായിരുന്നു. അപ്പം അറിയാലോ, ഖത്തറിലാകുമ്പോൾ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ മലയാളികൾ വളരെ കുറവാണ്. അപ്പം ആ സമയത്ത് കുറവായിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അങ്ങനെ പള്ളിയിൽ നമ്മൾ ഒന്നിച്ച് പാടുമായിരുന്നു. അപ്പം അമ്മ, ചേച്ചി, നമ്മളെല്ലാവരും പാട്ടുപാടും. നമ്മൾ പ്രൊഫഷണലി അങ്ങനെ മുന്നോട്ട് വന്നില്ല എന്നേ ഉള്ളൂ. അപ്പം അന്നേ തൊട്ട് ഒരുപാട് ഇഷ്ടമാണ് പാട്ട് പാടണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പം കോളേജിൽ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നൊരു വലിയ മോഹമായിട്ട് ഇങ്ങനെ. അപ്പം കോളേജ് സമയത്താണ് കൂടുതൽ ഹിന്ദുസ്ഥാനിയൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ബാംഗ്ലൂരിലൊരു നല്ല എക്സ്പോഷറായിരുന്നു. കാരണം അറിയാലോ, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്നാണ് ആൾക്കാർ. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാം ഞാനും ചേച്ചിയും. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി ഡോക്ടറേറ്റ് ഇൻ മെറ്റീരിയൽ സയൻസ് ആണ്. പോസ്റ്റ് ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിൻലാൻഡിലാണല്ലേ? പറഞ്ഞില്ലേ എങ്ങനെയാണ് ഇതിനകത്തോട്ട് വന്നത്? അപ്പം ഇങ്ങനെ നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല ഇൻഡസ്ട്രിയിൽ നിന്ന്. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് കവേഴ്സ് ചെയ്യാൻ തുടങ്ങി. യൂട്യൂബിൽ കവേഴ്സ് ചെയ്യാൻ ഇട്ട് തുടങ്ങി. അപ്പം അത് കാരണം കാത്തിരുന്നു MJ ചന്ദ്രൻ സാറിൻ്റെ എന്നും നിന്റെ മൊയ്തീൻ. അത് 4-5 വർഷം മുമ്പ് പാടിയ ആണ്. അപ്പം അതൊന്ന് കേട്ടാലോ? ഓളം ഓളം പാട്ടിൽ നീങ്ങും തോണിക്കാരോ, നിന്റെ കൂട്ടിനായി കൊതിച്ചിരുന്നു ഞാൻ. ഇന്നോളം കാണാപ്പൂക്കൾ ഈറൻ മുല്ലക്കാവിൽ നമുക്കായി മാത്രമൊന്നു പൂക്കുമോ? തിരപ്പോലെ കരിയുന്നു, തിരപ്പോലെ തിരയുന്നു, ചിമ്മി ചിമ്മി നോക്കും നേരം മുന്നിൽ പിന്നിൽ എന്നും 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 കാത്തിരുന്നു കാത്തിരുന്നു. പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോ. വേനലിൽ ദളങ്ങൾ പോ വളകളൂർന്നു പോയി. രണ്ട് പാട്ടുകൂടെ രണ്ടാമത്തെ പാട്ടാണല്ലോ. ഞാൻ നിത്യയുടെ ഒരു ഇതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എക്സ്പ്രസീവ്. കാരണം എക്സ്പ്രഷൻ നമുക്കൊരിക്കലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ലിമിറ്റ് വരെ പറയാം. കാത്തിരുന്നു കാത്തിരുന്നു അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതിൻ്റെ വിബ്രാറ്റോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻബോണായിട്ട് നമ്മളില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ദാറ്റ് ബൈ ഗ്രേസ് ഓഫ് ദ ഗോഡ് യു ഹാവ്. അതായിരുന്നു. അപ്പം നമ്മൾ പൂട്ടിയിട്ടിരുന്നത് സി 50,000 50,000 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു ഗോട്ട് 2,000 rupees. അത് അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ ഇതിന്റെ ഒരു ഇത് അത്